നമ്മൾ ഈ ഒഴിഞ്ഞു മാറി അങ്ങ് പോയേക്കാം എന്ന് കരുതിയതാണ്. പക്ഷേ അനാവശ്യമായിട്ട് ഉന്നയിച്ച വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കാതെ വ്യക്തി താല്പര്യങ്ങളും സ്വന്തമായിട്ടുള്ള നേട്ടങ്ങളും മാത്രം മുൻനിർത്തി അനാവശ്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ എന്നിലൂടെ എന്തെങ്കിലും ശ്രദ്ധ കിട്ടട്ടെ എന്ന് കരുതിയിട്ട് എന്നെ തെറിവ് അത് ആ ലൈം ലൈറ്റിൽ അവർ വന്നോട്ടെ, എനിക്ക് പ്രശ്നമൊന്നുമുള്ള കാര്യമല്ല. പക്ഷേ വിഷയത്തെ വഴിതിരിച്ചു വിട്ടിട്ട് പ്രശ്നങ്ങൾ മത്സരാർത്ഥികൾ തമ്മിലായി മാറുമ്പോഴത്തേക്ക് ആരോപണ വിധേയരായിട്ടുള്ള ആൾക്കാരും മറ്റു പലരും ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകും എന്നുള്ളത് കൊണ്ടും അനാവശ്യമായിട്ട് വീണ്ടും 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 എൻ്റെ പേരുകൾ വലിച്ചഴിച്ച് മറ്റുള്ളവർക്ക് സംശയമുണ്ടാക്കുന്ന പ്രസ്താവനകൾ കൊടുക്കുന്നത് കൊണ്ടാണ് ഞാൻ ഒരിക്കൽ കൂടി ലൈവിൽ വന്നത്. ദയവ് ചെയ്ത് ഇനിയും ഈ മറ്റു കണ്ടസ്റ്റന്റുകൾക്ക് എന്തും പറയാം, ഒരു പ്രശ്നമില്ല. പക്ഷേ അത് വിഷയാധിഷ്ഠിതമായിരിക്കണം. അതിന് ഒരു ശരി പ്രേക്ഷകർക്ക് തോന്നണം. ജനങ്ങൾക്കിടയിൽ വെറുതെ പരസ്പരം സീസൺ 6 നടക്കുന്ന സമയത്ത് സീസൺ 5 മത്സരാർത്ഥികളോ സീസൺ 4 മത്സരാർത്ഥികളോ കാണിക്കുന്ന കോമാളിത്തരങ്ങളെയും വിവരക്കേടുകളെയും അവർക്ക് സംശയം ഉളവാക്കുന്ന രീതിയിലാവരുത്. അതുകൊണ്ട് പരമാവധി സംസാരിക്കുമ്പോൾ വ്യക്തിപരമായിട്ടല്ലാതിരിക്കുക എന്നതാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം 1-2 പ്രശ്നങ്ങൾ വരികയും ഞാൻ ചിലതൊക്കെ കണ്ടില്ലെന്ന് നടിക്കുകയും ചിലർക്കൊന്നും മറുപടി അർഹിക്കുന്നില്ല. വ്യക്തിപരമായിട്ട് എനിക്കെതിരെ പറയുന്നവർ അതിൻ്റെ പേര് റീച്ച് ഉണ്ടാക്കിയിരിക്കും. എന്നിരുന്നാലും ശോഭ ചില പരാമർശങ്ങൾ നടത്തി. അതിൽ 1-2 കാര്യങ്ങൾക്ക്, അല്ലാതെ ശോഭയ്ക്ക് എന്തും പറയാം, ശോഭ എന്തും പറഞ്ഞ് റീച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുക, എന്തെങ്കിലും ലൈം ലൈറ്റിൽ നിൽക്കാൻ ശ്രമിക്കുക, എന്താണെന്ന് വെച്ചാലും അത് ചെയ്യാം, അത് പ്രശ്നമില്ല. പക്ഷേ ശോഭ പറഞ്ഞത് ചില കാര്യങ്ങൾക്ക് അതിനു മുമ്പ് ശോഭ പറയുന്ന കാര്യങ്ങൾ ഏറ്റുപിടിക്കാൻ നടക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, തൂറിയവനെ ചുമന്നാൽ ചുമന്നവനും മാറുമെന്നൊരു ചൊല്ല് നമ്മുടെ നാട്ടിലുണ്ട്. അതൊന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഇപ്പോൾ ഇതിൽ ഈ ചാനൽ ചർച്ചകൾ എന്നെ ന്യൂസ് 18 ചാനലിൽ നിന്ന് വിളിച്ചു. ഞാൻ വിളിച്ച സമയത്ത് ഞാൻ അവരോട് അങ്ങോട്ട് ചോദിച്ച ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഞാൻ അവരോട് ആരോപണ വിധേയരായിട്ടുള്ളവരിൽ നിന്ന് വിഷമങ്ങൾ ഉണ്ടായിട്ടുള്ള ആൾക്കാരുടെ പേരുകൾ പറയാം, അതായത് സ്ത്രീകളുടെ പേരുകൾ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ആംബിയർ ഉണ്ടോ ഇത് ടെലികാസ്റ്റ് ചെയ്യാൻ? കേരളത്തിൽ ഏതെങ്കിലും സ്ത്രീകൾക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നാൽ അത്തരം സ്ത്രീകളുടെ പേരുകൾ പുറത്തു പറയാൻ ഏതെങ്കിലും മുഖ്യധാരാ മാധ്യമങ്ങൾ തയ്യാറാകുമോ? ഈ വിവരക്കേടുകൾ പറഞ്ഞുകൊണ്ട് ചാനലിലിരുന്ന് ചർച്ച നടത്തുന്ന ലവലേശം ബോധ്യമില്ലാത്ത മാധ്യമ കോമാളികളോട് തന്നെയാണ് എൻ്റെ ഈ ചോദ്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാനും സ്വന്തം നേട്ടങ്ങൾ സംരക്ഷിക്കാനും വേണ്ടിയിട്ട് ശാരീരികമായോ സാമ്പത്തികമായിട്ടോ ഉള്ള കാര്യങ്ങൾ കൊടുത്തുകൊണ്ട് ആരെങ്കിലും ഒരു കാര്യം നേടിയെടുക്കുന്നുണ്ടെങ്കിൽ അവർ ആരെങ്കിലും വന്ന് പുറത്തു പറയുമോ? അവരുടെ അത്തരം പ്രവൃത്തികൾ കൊണ്ട് അർഹതയുള്ളവർക്ക് നീതി നിഷേധിക്കപ്പെടുന്നു എന്നുള്ളതല്ലേ ഞാൻ ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട പ്രശ്നം. ചിലർ ഇത്തരം ആക്ടിവിറ്റികളിലൂടെ തങ്ങളുടെ കാര്യം സാധിക്കാൻ സിനിമാ മേഖലയിലായിക്കോട്ടെ, അത് വ്യാവസായിക മേഖലയിലായിക്കോട്ടെ, എന്റർടൈൻമെന്റ് മേഖലകളിലായിക്കോട്ടെ, ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിലേക്ക് എടുക്കാൻ നിൽക്കുന്ന ആൾക്കാർ, അതായത് ഞാൻ ആർക്കെതിരെ ആരോപണം ഉന്നയിച്ചോ അത്തരം മാനസികാവസ്ഥ കൊണ്ടു നടക്കുന്ന ആൾക്കാർ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അർഹതയുള്ളവരെ തഴയുന്നു എന്ന കാര്യമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ഞാൻ ഉന്നയിച്ച ഒരു വിഷയത്തിന്റെ ഗൗരവം ആർക്കെതിരെയാണോ ഉന്നയിച്ചത് അവർ വർക്ക് ചെയ്യുന്ന പ്രസ്ഥാനത്തിന് മനസ്സിലാവുകയും അവർ അന്വേഷണം പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ വിഷയവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളെ കുറിച്ചിട്ട് മറുപടി മറ്റൊന്നും പറയാതിരുന്നത്. അപ്പോഴാണ് ശോഭ ഒരു കാര്യം പറയുന്നത്, ഈ കഴിഞ്ഞ സീസണിൽ ശോഭയെ മാനസികമായിട്ട് തളർത്തി തോൽപ്പിക്കാൻ അവർ ശ്രമിച്ചു എന്നുള്ളത്. അപ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ പറയേണ്ടി വരും. ശോഭ മറന്നുപോയതാണ് പലതും. 70 ദിവസത്തിന് ശേഷം ടിക്കറ്റ് ടു ഫിനാലെ എന്ന് പറയുന്ന ഒരു ടാസ്ക് കൊണ്ടുവരുന്നു. ഈ ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് കൊണ്ടുവരുമ്പോൾ ആരെ സപ്പോർട്ട് ചെയ്യാനാണ് എന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരിടത്ത് കുത്തിയിരുന്നാൽ ആര് വിജയിക്കും, ആ സീസണിലുള്ളതിൽ ആര് വിജയിക്കും, ആരതുകൊണ്ട് ഫിനാലെ വിജയിച്ച് വരണമെന്നാണ് ആ ടാസ്ക് കൊടുത്തിട്ടുള്ളവർ ചിന്തിച്ചിട്ടുള്ളത് എന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. പിന്നെ 2, ഒരു പ്രാങ്ക് ശോഭയ്ക്ക് വേണ്ടി തന്നെ, അതായത് ശോഭയ്ക്ക് ജനങ്ങൾക്കിടയിലേക്ക് കൂടുതൽ റീച്ച് കിട്ടാനും ആ സമയത്ത് കൂടുതൽ കണ്ടന്റ് ശോഭയുടേക്ക്, അതായത് ശോഭയുടെ കണ്ടന്റ് ഒന്നും ആ സമയത്ത് ഇല്ല. അപ്പൊ ശോഭയ്ക്ക് വേണ്ടിയിട്ട് ഒരു ദിവസത്തെ ഫുൾ കണ്ടന്റ് ഒരു ടാസ്ക് കൊടുത്തുകൊണ്ട് ശോഭയ്ക്ക് വേണ്ടിയിട്ട് തന്നെ അണിയറയിലുള്ള ആൾക്കാർ സപ്പോർട്ട് കൊടുക്കുകയാണ്. ഇനി മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയാം. അതായത് ഈ ഞാൻ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ശോഭ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നല്ലോ, എന്തായിരുന്നു, ഇവനെ കൊല്ലത്തേക്ക് അങ്ങ് പാക്ക് ചെയ്താൽ മതിയെന്ന്. അത് പുറത്ത് വലിയ രീതിയിൽ ഗൗരവമാവുകയും ആ വിഷയം ചർച്ചയിൽ എടുക്കണമെന്ന് വീക്കെൻഡ് എപ്പിസോഡിൽ ഇവർ സംസാരിച്ചു. അതായത് ലാലേട്ടൻ ഇത് സംസാരിക്കണമെന്ന് സംസാരിച്ചു. പക്ഷേ അത് സംസാരിക്കാൻ സമ്മതിപ്പിച്ചില്ല. കാരണം ലൈവ് കാണുന്ന പ്രേക്ഷകരെക്കാട്ടിയും എത്രയോ ഇരട്ടി ആൾക്കാരാണ് ഈ പറഞ്ഞ എപ്പിസോഡ് കാണുന്നത്. അപ്പോൾ ഈ എപ്പിസോഡിൽ ഇങ്ങനെ ഒരു മൈൻഡ് സെറ്റുള്ള ഒരാളാണോ ശോഭ എന്ന് പ്രേക്ഷകർ അറിയണ്ട എന്ന് വിചാരിച്ചിട്ട്
ആ വിഷയം സംസാരിപ്പിക്കണ്ട എന്ന് പറഞ്ഞ് മാറ്റിയതും ഞാൻ ഈ ആരോപണം ഉന്നയിച്ചതിൽ ഒരാളാണ്. പിന്നീട് നമ്മുടെ ഫാമിലി ടാസ്ക് പ്ലാൻ ചെയ്യുമ്പോൾ ഫാമിലി ടാസ്കിൽ ശോഭയുടെ ഫാമിലി വരില്ല എന്നായിരുന്നു ആദ്യം പറഞ്ഞത്. ശോഭയുടെ ഫാമിലി വരില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ടാസ്കേ വേണ്ട എന്നൊരു തീരുമാനം ഇവർ എടുക്കുന്നു. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട മറ്റ് ചിലർ, അതായത് 1-2 ആൾക്കാരുടെ സ്ഥാപിത താല്പര്യങ്ങൾ ഇവിടെ നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് വാശി പിടിച്ചുകൊണ്ട് ശോഭയുടെ ഫാമിലി വരില്ല എന്ന് കരുതിയിട്ട് ഒരു ഫുൾ ടാസ്ക് മാറ്റി വെക്കാൻ പറ്റുമോ? അങ്ങനെ അവർ അതിന് മുകളിലോട്ട്, അതായത് അധികാരത്തിന് അതിന് മുകളിലിരിക്കുന്ന ആൾക്കാരെ ഈ വിഷയം അറിയിച്ചുകൊണ്ട് അവർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ഇത്തരം ഒരു ടാസ്ക് ചെയ്യുമ്പോൾ മത്സരാർത്ഥികളുടെ റിലേറ്റീവ്സ് ഇവിടെ വരണം. അങ്ങനെ റിലേറ്റീവ്സ് വരുന്ന സമയത്ത് നമുക്ക് സാമ്പത്തിക നഷ്ടമുണ്ടാകും. കാരണം അവർക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കണം, അവരെ ഇവിടെ കൊണ്ടുവന്ന് സ്റ്റേ ചെയ്യണം, തിരിച്ചു കൊണ്ടുപോകണം. ഇങ്ങനെയുള്ള സാമ്പത്തിക നഷ്ടത്തിന്റെ പേരിലാണ് ഈ ടാസ്ക് മാറ്റിവെക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് ലോജിക്കലി നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ശോഭയുടെ ഫാമിലി വരില്ല എന്ന ഒരു കാരണം കൊണ്ട് ഇത്തരം ഒരു ടാസ്ക് മാറ്റിവെക്കേണ്ട സാഹചര്യം ഉണ്ടാവരുത്. അവിടെ എന്താ പ്രശ്നം? അവിടെ ഫാമിലി എന്ന, അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഞാനും ഷിജിച്ചേട്ടനും മാത്രമാണ് അത്തരം ഒരു പ്രോപ്പർ കുടുംബമുള്ള ഒരു മത്സരാർത്ഥി. ബാക്കിയുള്ള ആൾക്കാർക്ക് അങ്ങനെ ഒരു പ്രോപ്പർ കുടുംബമില്ല, അച്ഛനും അമ്മയൊക്കെ വന്നു പോകാമെന്നുള്ളതേ ഉള്ളൂ. അതിനുശേഷം ശോഭയുടെ ചേട്ടനെ കൊണ്ടുവരാനാണ് ഇവർ പരമാവധി ശ്രമിച്ചത്. അദ്ദേഹം ഒരു കാരണവശാലും വരില്ല എന്നിവരെ അറിയിക്കുന്നു. പിന്നീടാണ് അവരുടെ അച്ഛനും അമ്മയും വരുന്നത്. അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ശോഭയുടെ ഒരു കൂട്ടുകാരിയും വരുന്നു. അപ്പോൾ കൂട്ടുകാരി അവരോട് ആവശ്യപ്പെട്ടത് അവരെ കൂടി ഇതിനുള്ളിലേക്ക് കയറ്റിയാൽ അവർ വരാം. ആക്ച്വലി അങ്ങനെ ഒരാളെ അതിലേക്ക് കയറേണ്ട കാര്യമില്ല. ബിഗ് ബോസിൽ നോർമലി 2 പേരെ, ഫാമിലി വീക്കിൽ 2 പേര് കയറി കഴിഞ്ഞാൽ പിന്നെ 3-മതൊരാളെ കയറണം. പക്ഷേ 3-മതൊരു ബൈസ്റ്റാൻഡറും കൂടി വന്നെങ്കിൽ മാത്രമേ ഇങ്ങനൊരു ടാസ്കിൽ അവർക്ക് ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പം ഞാനിത് പറഞ്ഞത് ശോഭ തന്നെ വന്നിരുന്ന് ശോഭയുടെ കുഴി തോണ്ടാൻ വേണ്ടിയിട്ടാണ് എന്നെ കൊണ്ടിത് പറയിപ്പിച്ചത്. ശോഭയെ അവർ സപ്പോർട്ട് ചെയ്തില്ല, ശോഭയെ അവർ പരമാവധി തകർക്കാൻ ശ്രമിച്ചതാണ് എന്നുള്ള കാര്യങ്ങൾ പറയുമ്പോൾ, പിന്നെ ലാലേട്ടൻ്റെ അടുത്ത് വന്നിരുന്ന് സംസാരിച്ച സമയത്ത് ഞാൻ ഉന്നയിച്ച ഒരു ആരോപണത്തിൽ ശോഭയ്ക്ക് എന്തുകൊണ്ട് എന്നോട് ക്ഷമിക്കേണ്ടി വന്നു എന്നത് നിങ്ങൾക്ക് എല്ലാവരും കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. പിന്നെ മറ്റൊരു ഗൗരവകരമായ കാര്യം, ഏറ്റവും വലിയ മറ്റൊരു മണ്ടത്തരം, നാളിതുവരെയും വേണ്ട എന്ന് വെച്ചിട്ട് പോയ കാര്യം, നാദ്രയെ ഞാൻ സഹായിക്കാൻ വേണ്ടിയിട്ട് പൈസ കൊടുത്തു. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവർ തന്നെ എനിക്കെതിരെ ഉന്നയിക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് ഞാൻ പുറത്തിറങ്ങി പോയി വന്നതിന് ശേഷം എല്ലാം മനസ്സിലാക്കി. ആയിക്കോട്ടെ, നിങ്ങൾ ഉന്നയിച്ച ആരോപണം ശരിയാണെന്നുണ്ടെങ്കിൽ പുറത്തിറങ്ങി വന്നതിന് ശേഷം ഞാൻ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഞാനായിരിക്കും വിജയിക്കുക എന്നത് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ വിജയിക്കുമെന്ന് ഉറപ്പുള്ള ഞാൻ അതിനുശേഷം ഫാമിലി ടാസ്ക് നടക്കുന്നു. ഈ ഫാമിലി ടാസ്കിൽ എല്ലാവരുടെ വീട്ടുകാരും വന്നിട്ട്, ശോഭയുടെ പോലും അച്ഛനും അമ്മയും വന്നിട്ട് പൂർണ്ണമായും അഖിൽമാരാരെ സപ്പോർട്ട് ചെയ്യുന്നു. അതായത് എന്നെ സപ്പോർട്ട് ചെയ്യുന്നു. മിഥുൻ്റെ അമ്മ പറയുന്നു, ശോഭയുടെ അച്ഛൻ പറയുന്നു, മറ്റുള്ളവർ പറയുന്നു. അപ്പോൾ ഇവരെല്ലാവരും പറയുന്നതിൽ നിന്ന് തന്നെ പുറത്ത് ഏറ്റവും കൂടുതൽ സപ്പോർട്ടുള്ള ഒരാളാണെന്ന് മനസ്സിലാക്കുന്ന ഞാൻ എന്തിനാണ് എനിക്ക് കിട്ടുന്ന